ഭാവിയിൽ അവരെ വീട്ടുകാരായിട്ട് പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ വീട്ടില് അനീഷ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ആരും. ഞാൻ ആരുടെ നമ്പർ മേടിച്ചിട്ടില്ല. എന്റെ കയ്യിൽ ആദിലയുടെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് സീസൺ 7 ആൾക്കാർക്ക് തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല. ഈ സീസൺ 5 എന്ന് പറഞ്ഞ ഒരു 3 വർഷം മുന്നത്തെ കാര്യമല്ലേ. അപ്പൊ ശോഭയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ. ശോഭയ്ക്ക് അവിടെ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. സീസൺ 5 കണ്ടസ്റ്റൻസുമായിട്ട് അത് ജയിച്ചിട്ട് ശോഭ വാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. അമിതമായി ഫാനിസം തലക്ക് പിടിച്ചിരിക്കുന്ന ഒരാളും ഈ വീഡിയോ കാണാൻ വരരുതേ പ്രിയപ്പെട്ടവരെ. സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വീഡിയോ മുഴുവനായി കാണാൻ വെയിറ്റ് ചെയ്യുക. അല്ലാത്തവർ പോവുക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളോട് ഒരു ദേഷ്യവും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അത് ഇഷ്ടപ്പെടത്തില്ല. വെറുതെ വന്ന് തെറി വിളിക്കും, എന്നെയും എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെയും. അത് കണ്ടാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ നല്ല മറ്റവൻ്റെ ഫ്രസ്ട്രേഷൻ്റെ പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിവിടും. അതായത് തിരിച്ചു നല്ല തന്തയ്ക്കും തലവഴി വിളിച്ചിട്ട് പിടിച്ചങ്ങ് ഹൈഡ് ചെയ്തിടും. പിന്നെ നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാലും നാട്ടുകാരും ഞാനും കാണത്തില്ല. മനസ്സിലായ? എന്തിനാ അങ്ങനെയുള്ള പരിപാടികൾ? വല്ലവരുടെയും കാര്യം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് സത്യം അറിയേണ്ടവർ മാത്രം വീഡിയോ കാണാനിരിക്കുക. പിന്നെ വേറൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ബിഗ് ബോസ് സീസൺ 7 ചില ആളുകൾ ചോദിക്കും, നിർത്തിക്കൂടെയാടാ, എന്തിനാടാ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേറൊന്നിനുമല്ല, വാഴ നനയുമ്പോഴല്ലേ ഈ പാവപ്പെട്ട ചീരയ്ക്ക് നനയാൻ പറ്റൂ. കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അധികം വൈകാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ റിലവൻറ്റ് കണ്ടന്റിലേക്ക് നമുക്ക് കയറാം. ഇപ്പം നമുക്ക് ഇതങ്ങോട്ട് ചെയ്യാം. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മി സീസൺ 7 ദ ഗ്രേറ്റ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറി പറയും. നമ്മുടെ നാട്ടുകാരിയാണേ. എനിക്ക് പണ്ട് പറയാൻ ഇച്ചിരി മടിയായിരുന്നു, പ്രത്യേകിച്ച് മറ്റേ നൂറാദില ആ ഒരു വിഷയത്തിൽ ഇവർ പറഞ്ഞ ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ആ ഒരു സാധനം പറഞ്ഞപ്പോഴേക്കും എനിക്ക് മടിയായിരുന്നു. ദൈവമേ, ഇവർ നാട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാട്ടുകാർ എന്നെ കല്ലെറിയുമോ? അതായത് നിങ്ങൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരല്ല, അവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഈ നാട്ടുകാരിയാണെന്ന് കൂടുതലും ആൾക്കാർക്ക് ഈ ബിഗ് ബോസ് കാണുന്നവർക്കൊന്നും ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാമോ? എനിക്ക് ഇവർ ശരിയാ, ഇവരുടെ സ്ഥലമൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും മാറ്റി നിർത്ത്. ഇവർ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയയോട് ബൈറ്റാണ് കൊടുക്കുന്നത്, ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, കുറച്ച് ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. എനിക്ക് ഈ ആദില നൂറ കേസിൽ നമ്മുടെ ലക്ഷ്മിയോട് അവരുടെ നയങ്ങളോട് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. പക്ഷെ അതിന് ശേഷം പ്രത്യേകിച്ച് റീ എൻട്രിയുടെയൊക്കെ സമയത്ത് കൊള്ളാം, അവർക്കറിയാം എങ്ങനെ അകത്ത് പോയപ്പം നിൽക്കണം. പ്രത്യേകിച്ച് റീ എൻട്രി നടത്തിയ സമയത്ത് ഗംഭീരമായിട്ട് നിന്ന 1-2 പേരിൽ ഒരാളാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് എങ്ങനെ സംസാരിക്കണമെന്നും നല്ല ബോധമുണ്ട്. ലക്ഷ്മി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. പ്രത്യേകിച്ച് അനുമോളെ പറ്റിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തമ്മിൽ കണ്ടില്ലേ, ശോഭയ്ക്കൊക്കെ ഇട്ട് നല്ല കൊട്ട കൊടുക്കുന്നത്. എൻ്റെ പൊന്ന് ശോഭമാമി, എൻ്റെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ വരല്ലേ. ലക്ഷ്മി പറഞ്ഞതേ ഞാനിവിടെ പറയുന്നുള്ളൂ. തമ്മിൽ ചിലപ്പം തമ്മിലൊക്കെ ഒരു സാരമാണോ? വീഡിയോയ്ക്കകത്ത് വളരെ നന്നായിട്ട് തന്നെ ഞാൻ ശോഭമാമിയെ പൊക്കി പറയാം. എൻ്റെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ വരല്ലേ. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടാലോ പ്രിയപ്പെട്ടവരെ? തുടങ്ങാം. ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ്. കരയും ചിരിക്കും. അവള് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എന്നെ പോലൊന്നും അല്ല, പെട്ടെന്ന് എക്സ്പ്രസീവ്. അവൾക്ക് സന്തോഷം വന്നാൽ അവള് കരയും, വാതൊരാതെ സംസാരിക്കും. കരച്ചിൽ വന്നാൽ അവള് കരയും, സന്തോഷം വന്നാൽ ചിരിക്കും. അങ്ങനത്തെ ഒരാള് അവിടെ വന്ന് ഇത്രയും പേരുടെയും കൂടെ കൂട്ടമായിട്ടുള്ള ആക്രമണം എത്ര പറഞ്ഞിട്ട് അവൾ ആണയിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അകത്തോട്ട് വിട്ടത് മോട്ടിവേറ്റ് ചെയ്യാൻ. നടക്കുന്നത് ഡീമോട്ടിവേഷൻ എന്നും പറഞ്ഞാൽ പോരാ, അതൊരു ചെറിയ വാക്കായി പോവും. അതിൻ്റെ അപ്പുറമായിട്ട് ഒരാളെ തകർക്കാനായിട്ട് ഒത്തിരി ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഫുഡൊക്കെ വന്നപ്പോൾ അതൊന്ന് പുറത്തുനിന്ന് വന്ന ഫുഡായിരുന്നു. ഈ ഇവളോട് വഴക്കുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിന് പോലും ആ ദിവസങ്ങളിൽ അന്ന് ഒരു 10-25 പേരുള്ളിലുണ്ടായിരുന്നു. അവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് അനുമോള് തന്നെയായിരുന്നു. ചേച്ചി 2 കാര്യം. ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞു വെച്ച കാര്യമുണ്ടല്ലോ, അതിനോട് ഞാൻ വിയോജിക്കുന്നുമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അനുമോൾ ആരുടെയും വേലക്കാരിയൊന്നുമല്ല. അനുമോളോട് ആരും അവിടെ കുക്ക് ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ആ പെങ്കൊച്ചിൻ്റെ മനസ്സ് വെച്ച് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. നല്ല കാര്യം തന്നെ. ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ കണക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയരുത്. അത് വളരെ ചീപ്പാണ്, വളരെ മോശമാണത്. അത് പറയരുത്. മനസ്സിലായില്ലേ? ഇത്രയും പേർക്ക് അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ പെൺകുട്ടി ഒരു ദേഷ്യവും വെച്ചിട്ടില്ല. സത്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അനുമോൾ അത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവൾ ഒരു ദേഷ്യം വെച്ചിട്ടായിരിക്കത്തില്ല. അവൾ ചിലപ്പം അവളുടെ ഒരു കടമ അവൾക്ക് ചെയ്യണമെന്ന് തോന്നി അവൾ ചെയ്തു.
പക്ഷെ അത് വന്നിങ്ങനെ അത് കണക്കായിട്ട് പറയരുത്, വളരെ മോശം. അത് അത്രയും പേർക്ക് ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ടും അവർ ഉപദ്രവിച്ചു. ഇനി നമുക്ക് അവർ ഉപദ്രവിച്ച കാര്യത്തിലേക്ക് വരാം. ഉപദ്രവിച്ച കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് അവിടെ നടന്നത്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് ചെയ്തത് ശരിയല്ല. പക്ഷെ അവരെല്ലാവരും കൂടെ അത് ചെയ്തുകൊണ്ട് ആ കൊച്ചിന് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ. ലക്ഷ്മി ചേച്ചി അത് പറയുന്നുണ്ട്. ഈ കയറി വന്ന് റീ എൻട്രി നടത്തി ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്രം പൂത്രം നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ആ കൊച്ചിന് കപ്പ് കിട്ടിയത്. ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, അനുമോൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് കൊടുക്കാത്തൊരു വ്യക്തിയല്ല, ഒരു മൂലയ്ക്ക് മാറി മിണ്ടാതിരുന്നുകൊണ്ട് മാത്രം കിട്ടിയൊരു കപ്പല്ല അനുമോക്കത്. അനുമോൾ എന്ന് പറയുന്ന ആളെ ടാർഗറ്റ് ചിലപ്പോൾ ആ വ്യക്തി തന്നെ ആയിരിക്കാം, ആ വ്യക്തിയുടെ ഒരു ഗെയിം ആയിരുന്നിരിക്കാം. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവാതെ പോയി പുറകെ ചെന്നതാണ്. മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് മറ്റേ അനുമോളെ ഇഷ്ടമല്ല, അവൾ എന്ത് കണ്ടന്റ് തന്നതെന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ആ കണ്ടന്റ് ഒന്നും ഇവർ തരുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിടികിട്ടിയില്ലേ? നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇവരെന്താണോ ഔട്ട് നമുക്ക് തരുന്നത്, ഈ കുശുമ്പും കുന്നാമയും ഈ സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് കുറെ പേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ആ ആൾക്കാർ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാധനങ്ങളൊക്കെയാണ് കണ്ടന്റ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേ അവാർഡ് വടം പോലെ ആയിപ്പോവും. പിടികിട്ടിയില്ല? ഇതിനകത്ത് എല്ലാവരും ഓരോ മൂലയ്ക്ക് 100 ദിവസം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ ശുദ്ധ, പിന്നെ ഇടയ്ക്ക് ഗെയിം വരുമ്പോൾ അത് മാത്രം പോയി കളിക്കുക, ശുദ്ധ ബോറായിപ്പോവും. സോ അതിനകത്തൊരു കോർ എന്ന് പറയുന്നത് ഇതേപോലത്തെ കുശുമ്പും കുന്നായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഒക്കെയാണ്. അത് ഈ സീസണിൽ ഗംഭീരമായിട്ട് കൊടുക്കാൻ അനുമോക്ക് പറ്റിയിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയില്ല, കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സോ അത് ഈ പുറകെ നടന്ന്, അത് ബാക്കിയുള്ളവരുടെ മണ്ടത്തരം. ലക്ഷ്മി പറയുന്ന കണക്ക് അവർ പുറകെ നടന്ന് ഇതിനെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ എന്താണെങ്കിലും കുറെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ചേച്ചിമാർക്കൊക്കെ ഇത് കാണുമ്പോൾ സങ്കടം വരും. പിടികിട്ടിയോ? ഉറപ്പായിട്ടും സങ്കടം വരും. ഞങ്ങളുടെ കൊച്ചിനെ എല്ലാവരും കൂടെ ഇട്ട് കാത്രം പൂത്രം അറ്റാക്ക് ചെയ്യുന്നു എന്ന് തോന്നും. കുത്തിയിരുന്ന് വോട്ട് കൊടുക്കും. അതാണ് ഈ ഗെയിമിന്റെ കൂർ. പിടികിട്ടിയോ? അതല്ല ഇതെന്ത് ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ വരും. പക്ഷെ അങ്ങനെ വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? ഈ 100 ദിവസം അതിനകത്ത് ഇരുന്നിട്ട് ഈ കൊടുക്കുന്ന ടാസ്കുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറായി പോടോ. അതല്ല, അതിൻ്റെ അപ്പുറത്ത് എനിക്കത് മെല്ലെയാണ്. ഞാൻ സ്ഥിരം വർഷങ്ങളായിട്ട് ഈ സീസൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമായത്, അവർക്ക് ഈ ടാസ്ക് ഒക്കെ അവർ കൊടുക്കുന്നത്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവിടെ വിൻ ചെയ്യുന്ന അയാൾക്കൊന്നും ഒരു വില ഇല്ലടോ. ആ ടാസ്കിനകത്തുനിന്ന് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ? ആ ടാസ്ക് കഴിഞ്ഞ് അതിന്റെ പേരും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് കണ്ടന്റ് ആക്കി മാറ്റുന്നുണ്ടോ? അതിനകത്ത് ഇടിയും പരവാസ്തലും കൊണ്ടുവരുന്നുണ്ടോ? അവരാണ് ദ റിയൽ കണ്ടന്റ് ക്രിയേറ്റർ ബിഗ് ബോസിനെ സംബന്ധിച്ച്. അതെ, പുറത്ത് ജനങ്ങളിലേക്ക് അതല്ലേ എത്തുമ്പോഴത്തേക്ക് അത് കണ്ടിട്ടല്ലേ ഇവര് വോട്ട് കുത്തുന്നത്. അതും കൂടെ കഴിഞ്ഞ സീസണിലെ വിന്നറായ വ്യക്തിയാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി. അതൊക്കെ തന്നെയാണ് സംഗതി. പിടികിട്ടിയോ? ലക്ഷ്മി ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് അതാണ് രണ്ട് കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഒന്നിനോട് ഞാൻ യോജിക്കുന്നു, മറ്റേത് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും കള്ളവും തെറ്റുമൊന്നും അല്ല അവർ പറഞ്ഞത്. പക്ഷെ ആ ചെയ്തു കൊടുത്ത കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന്റെ അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ഇച്ചിരി ചീപ്പായി പോകും. അത്രേ ഉള്ളൂ. ബാക്കി കേൾക്കാം. അനുമോള് കൊടുത്ത അതേ ഫുഡ് കഴിച്ച് അതേ എനർജി വെച്ചിട്ടാണ് അവളോട് തന്നെ അവൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത്രയും ദിവസം നിന്ന് നോക്കിയേ അനുമോള് ശരിക്കും കരയുന്നതാണോ അല്ലാതെ കരയുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അകത്തുള്ളപ്പോൾ പുറത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരാളോട് മാത്രം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തോ ആയിക്കോട്ടെ, അതിന് മുന്നേ ഉള്ള ഗെയിമും കാര്യങ്ങളും എനിക്ക് നോമിനേഷനിലും കാര്യങ്ങളും അനുമോളെ കുറിച്ച് ഉണ്ടായിരുന്ന നേരത്തെയുള്ള ധാരണകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അനുമോള് കപ്പടിക്കാനൊന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇമേജിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് അവിടെ ഒരു ശരികേട് തോന്നി. ഞാൻ മുന്നേയും പറഞ്ഞു, ഒരു ശരികേട് തന്നെ തോന്നി. സോ ഐ ഹാഡ് ടു റേസ് മൈ. അതിലെനിക്ക് യാതൊരു ഇതുമില്ല, കുറ്റബോധവും ഇല്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് അങ്ങനെ ജഡ്ജ്മെന്റ്സിനോട് ഞാനൊരു ഇതെടുക്കുന്ന ആളല്ല. അവർ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ ജഡ്ജ് ചെയ്യോട്ടെ, അങ്ങനെ വിചാരിച്ചോട്ടെ എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. സന്തോഷമുള്ളൂ, അനുമോൾ ഒരു വിന്നർ ആയതിൽ കംപ്ലീറ്റ് സന്തോഷമുള്ളൂ. അപ്പോ ലക്ഷ്മി പറഞ്ഞത് ഇത് തന്നെയാണ്. പുറത്തുള്ള കുറെ ഈ അനുമോക്ക് വോട്ട് കുത്തിയ അവരെല്ലാവരുടെയും തലയിലുള്ളതും ഇത് തന്നെയാണ്. അതായത് റീ എൻട്രി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീ എൻട്രി നടത്തിയപ്പോൾ ബാക്കിയുള്ളവർ ചെയ്തത് അത് ഇൻജസ്റ്റിസ് തന്നെയാണ്. അതിനെ മാത്രം ഈ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, മോട്ടിവേറ്റ് ചെയ്യാനാണ് ഇതുങ്ങളെ കയറ്റി വിടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാം കൂടെ കയറിയിട്ട് കാണിച്ചത് അനുമോള് ജയിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ അനുമോളോട് മറ്റേ സ്നേഹം മൂത്തിട്ടൊന്നും അല്ല പുറത്തുനിന്ന് കയറി എല്ലാവരും കൂടെ
അനുമോളെ ടാർഗറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ഒക്കെ. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അവർ സത്യം പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ, അല്ല എന്റെ മുമ്പിൽ രണ്ടും നല്ല ഒന്നാം തരം കോമാളികൾ, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുള്ളൂ. അല്ലാതെ മറ്റേ അകത്തോട്ട് കയറി, പ്രത്യേകിച്ച് ബിൻസിയൊക്കെ അകത്തോട്ട് കയറി ഞാനങ്ങ് പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. ബിൻസി ഇതിപ്പോ അകത്ത് കയറി ഈ ഒരു വിഷയം പിന്നെയും കുത്തിപ്പൊക്കിയതോ അല്ലെങ്കിൽ അതൊന്നും ഡസൻ മാറ്റർ. ജനങ്ങളെ അതൊന്നും അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ജനങ്ങള്. നിങ്ങൾ ആദ്യമേ തുടക്കത്തിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടന്നൊരു സംഗതി അതൊക്കെ അവിടെ വിട്ടു. അതൊക്കെ ഇത്രയും ദിവസം ഈ സീസൺ ഇപ്പൊ കഴിയുമ്പോൾ അതൊന്നും ആരും സംസാരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ അപ്പാനെയും നിങ്ങളുടെ പേരിൽ വന്നതിനെ പറ്റിയൊന്നും. നിങ്ങൾ തന്നെ അത് ഇവിടെ വന്ന് വീണ്ടും അത് പ്രശ്നമാക്കി. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരികയും ചെയ്തു. അല്ലാതെ വേറെ നിങ്ങൾക്ക് പോസിറ്റീവായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശൈത്യ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല, വേണ്ട, മനസ്സിലായില്ലേ? പക്ഷെ ഇതൊക്കെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് പോസിറ്റീവായി മാറിയത് അവിടെ ഒറ്റ ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ ഗുണമുണ്ടായത് മറ്റൊരാൾക്ക് മാത്രമേ ഉള്ളൂ. ഉണ്ടാവട്ടെ, അത്രേ എനിക്കും പറയാനുള്ളൂ. കൂടുതലൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. കപ്പും കൊണ്ട് വീട്ടിൽ പോയി പിന്നെ എന്ത് പറയാനാ? ഒന്നും പറയാനൊന്നുമില്ല. നല്ല കാര്യം, കപ്പ് കിട്ടിയാലോ. ഇത്രയും ഒന്നുമില്ലെങ്കിൽ ഇത്രയും പേർക്ക് ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ വായിരിക്കുന്ന തെറിയൊക്കെ കേട്ടില്ലേ? ബാക്കി കാണാം. ഇതിന് വലിയ പങ്ക് ആ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരുടെ പക്കളുണ്ട്. അത് നിങ്ങൾ പ്ലാൻഡ് ആണോ പ്രീ പ്ലാൻഡ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ഇല്ല. എന്തായാലും അത് നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് സത്യമായിട്ടോ, നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അനുമോൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ. പിന്നെ എനിക്ക് ആകെ ഒരു അതിശയം തോന്നിയത്, ഇപ്പൊ ലക്ഷ്മിയാണ് അനുമോളുടെ ഏറ്റവും വലിയ കൂട്ട്. നല്ല കാര്യം. പക്ഷെ ലക്ഷ്മി കണ്ടോ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ലക്ഷ്മിക്ക് ഇപ്പൊ എത്രയൊക്കെ സൈബർ ബുള്ളിങ് കിട്ടിയാലും ലക്ഷ്മി ഡസൻ കെയർ. അതെനിക്ക് മനസ്സിലായി. അത് ലക്ഷ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും അവരുടെ മുഖത്ത് തന്നെ, അവർ പറയുന്നതിനകത്ത് തന്നെ ഉണ്ട്, ഷീ ഡസൻ കെയർ എന്താര് പറഞ്ഞാലും. മറ്റേതാ ശൈത്യയെ പോലെയൊക്കെ നാട്ടുകാരെന്നെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് തിരിച്ച് അതിനകത്തോട്ട് കയറി അതിനെക്കാട്ടിലും കൂടുതൽ തെറി മേടിച്ച് കൂട്ടിയ ടൈപ്പ് ഓഫ് ആ ഒരു സാധനമല്ല ലക്ഷ്മി. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടൻ ലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് ലക്ഷ്മിയുടെ മറുപടിയൊക്കെ ഉണ്ട്, കേട്ടോ. ഈ അനുമോൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അലിഗേഷൻസ് ഉണ്ട്. ഈ ശൈത്യായാലും പിന്നെ ആയാലും അവർ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് PR വർക്കിന്റെ ബലം കൊണ്ടാണെന്നുള്ള ഇതിൽ. പക്ഷെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുറത്തിറങ്ങിയ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ശകലം പോലും PR വർക്ക് ഉണ്ടെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. ഈ PR വർക്ക് ഈ ബിഗ് ബോസിന്റെ ഒരു ഘടകമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവരൊന്നും PR വർക്ക് ചെയ്യാതെ അനുമോൾ മാത്രം PR വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ചിലര് PR വർക്ക് എടുത്തത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ PR വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻ ഹൗസിനുള്ളിൽ കയറിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. അപ്പം കയ്യിലുള്ള പൈസ പോവുകയും ചെയ്തു. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള നെഗറ്റിവിറ്റി അത് വേറെ, ഉണ്ടായിരുന്ന ഇമേജും കൂടെ പോയിട്ടാണ് ഇറങ്ങുന്നത്. എന്നെ ഒന്നും ഇപ്പൊ കയറുമ്പോൾ ആർക്കും അറിയത്തില്ല. എനിക്കപ്പം നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇവരൊക്കെ കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാ. നെഗറ്റിവിറ്റി വന്നു കഴിയുമ്പോൾ പിന്നെയും കരിയറിനെ ബാധിക്കും. വിഷമം, ഫ്രസ്ട്രേഷൻ മനുഷ്യരെല്ലാം എന്തായാലും കാണും. സത്യം, ബിൻസിയെ ശൈത്യയെ ബിൻസിയെയും ശൈത്യയും പറ്റി ചോദിച്ചപ്പോഴാണ് ലക്ഷ്മി മറുപടി പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ശൈത്യ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ശൈത്യ 1.5 ലക്ഷം രൂപ കൊടുത്ത് ശൈത്യയുടെ അച്ഛനെ പറ്റിച്ചു എന്നൊക്കെ. 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും PR ചെയ്യാൻ വേണ്ടി. പക്ഷെ ശൈത്യ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ശൈത്യ എന്തെങ്കിലും അതിനകത്ത് ചെയ്യണമായിരുന്നു. ശൈത്യ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ അത് പുറത്ത് PR ടീമിന് എടുത്ത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ശൈത്യക്ക് ഹൈപ്പ് ഉണ്ടാക്കി തരായിരുന്നു. പക്ഷെ ശൈത്യയുടെ കേസിൽ ഒരു മാങ്ങാണ്ടി ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ശൈത്യയുടെ PR ടീം? ഇപ്പം മറ്റേ വിനു എന്ന് പറയുന്ന ആൾ തന്നെയാണ്, പുള്ളി തന്നെ എന്നിട്ട് പറയുന്നുണ്ട് എത്ര ഓട്ടം കണ്ട ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ഒരാഴ്ചയും കൂടെ അല്ലെങ്കിൽ ഒരു മാസവും കൂടെ എങ്ങാണ്ട് ശൈത്യ അവിടെ നിർത്തിയത്. അവനെ കുറ്റം പറയാൻ പറ്റുമോ ഈ ഒരു കേസിൽ, ശൈത്യയുടെ കേസിൽ? കാരണം അനുമോൾക്ക് ഇത്രയും PR എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും അനുമോളുടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ശൈത്യയുടെ ഒന്നും കണ്ടിട്ടില്ല. ശൈത്യയുടെ കണ്ടതൊക്കെ എന്ന് പറയുന്നത് ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതാണ്. പിടികിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ ശൈത്യ അതൊന്നും മനസ്സിലാക്കണം. ശൈത്യ അത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു. ശൈത്യയും ശൈത്യയുടെ ഫാമിലി ഇതിന് മുമ്പ് ഒരു പ്രോഗ്രാമിൽ പോയിട്ട് അവിടെയും നമ്മൾ വെറുതെ അതൊന്നും ഇനി പൊക്കേണ്ട കാര്യമില്ല. പക്ഷെ അതും ഇതും എല്ലാം കൂടെ ആൾക്കാർ കണക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്ത്, അല്ലെങ്കിൽ പഴയത് കുത്തിപ്പൊങ്ങി വന്നതെല്ലാം നിങ്ങൾ കാരണം തന്നെ. സ്വാസികയുടെ ഒരു ഇന്റർവ്യൂ, അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം കുത്തിപ്പൊങ്ങിയത് ഈ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി കാരണം തന്നെ. നിങ്ങളാണ്
നിങ്ങളുടെ കുഴി തോണ്ടിയത്. പിന്നെ ഇപ്പോൾ വന്നിരുന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലായിരുന്നോ, 14 ലക്ഷത്തിൻ്റെ 15 ലക്ഷം കൊടുത്താലും കിട്ടാത്ത ഒരു ബൂസ്റ്റപ്പാണ് ഇപ്പം PR വിനു ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറയുന്നത്. ചേച്ചി നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരയുന്നത് ആൾക്കാർക്ക് പിടികിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഇതിൻ്റെ അപ്പുറമാണ് നിങ്ങൾ പുറത്തിട്ട് മറ്റേ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ട് തുള്ളിച്ചാടി നടക്കുകയാണ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്, കമന്റ് ബോക്സ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിട്ട് അതിനകത്തോട്ട് കയറി കരഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞു കൂവിയ ചേച്ചിയെ അത് കണ്ടപ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെ തന്നെ, നല്ല കാര്യമാണ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചിരിച്ച് കളിച്ച് നിൽക്കൂ. പക്ഷേ ഉള്ളിലെ ആ വിഷമം അത് നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അത് ഉള്ളിൽ തന്നെ കാണും, അത് മറച്ചിട്ടാണ് നിൽക്കുന്നത്. ആ സാധനം മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റൂ. എല്ലാം നിങ്ങളാണ് ശരി എന്നുള്ളൊരു സാധനം മാറ്റൂ. അപ്പുറം ഒരാൾ ജയിച്ചു പോയി, അയാളോടൊരു ദേഷ്യം അത് അകത്ത് വെച്ച് നടക്കാതിരിക്കുക. അതൊക്കെ മാറ്റിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നലെ ചെയ്ത കണക്കത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അഖിൽ മാരാറേയും പോയി ചൊറിഞ്ഞ് തിരിച്ച് മാരാറൊക്കെ മിക്കവാറും എനിക്കറിയത്തില്ല എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ കാര്യം കഥ ആവുക, കൂടുതലൊന്നും പറയാനില്ല. പിടികിട്ടിയില്ലേ? നമുക്ക് ബാക്കി കാണും. ലക്ഷ്മിക്ക് പെയ്ഡ് PR ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ലൈഫിൽ കൈക്കൂലി വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ല, പെയ്ഡ് PR ചെയ്യിക്കുന്ന ഒരാളല്ല. PR വർക്കുകൾ വന്നത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, എനിക്ക് അത്രയും നെഗറ്റിവിറ്റി വന്നിട്ട് ടൈം ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ അവിടുന്ന് വന്ന് പുറത്ത് എവിക്റ്റാക്കി പുറത്തോട്ട് കൊണ്ടുവരാൻ വരെ അവർ ചിന്തിച്ചിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ പോസിറ്റിവിറ്റി കാണിക്കുക എന്നുള്ളതാണ്, അതവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കുറേ ആൾക്കാരുടെ PR ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുക, ആർക്കെങ്കിലും എൻ്റെ പെയ്ഡ് PRൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത് പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരിക. പിന്നെ ശോഭയുടെയും എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രൊവോക്കേഷൻ അങ്ങനെ ഏശി നാളല്ല. ശോഭ പിന്നെ പറഞ്ഞ് അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്കും ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് ഫുഡിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്, അല്ലാതെ വലിയ ചിലവ് എനിക്കില്ല. അപ്പോൾ ലക്ഷങ്ങളൊക്കെ എടുത്ത് മുടക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് അടിസ്ഥാനരഹിതം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ വേണമെങ്കിൽ പറ്റും. പക്ഷെ ഞാൻ സർക്കാസ്റ്റിക്കലി അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ശോഭ സർക്കാസ്റ്റിക്കലി റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആണ് അതിന് ഉത്തരം പറയേണ്ടി വന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സീസൺ 7 ആൾക്കാർക്ക് തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല. ഈ സീസൺ 5 എന്ന് പറഞ്ഞ ഒരു 3 വർഷം മുന്നത്തെ കാര്യമല്ലേ. അപ്പോൾ ശോഭയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ. ശോഭയ്ക്ക് അവിടെ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. സീസൺ 5 കണ്ടസ്റ്റൻസുമായിട്ട് അത് ജയിച്ചിട്ട് ശോഭ വാ, അത് കഴിഞ്ഞിട്ട് 7 കയറാം. അവിടെ തന്നെ തോറ്റിരിക്കുവാണ് ഇതുവരെ കണ്ടെത്തി വെച്ചിട്ട്. അതൊക്കെ തീർത്തിട്ട് വന്നാൽ മതിയാവും. ഇതിലും വലിയൊരു മറുപടി ശോഭയ്ക്കിനെയും കിട്ടാനുണ്ടോ? ഇത്രയും കനത്ത തഗ്ഗൊക്കെ നമ്മുടെ ലക്ഷ്മി അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതിലും എനിക്ക് തോന്നുന്നില്ല, ഇതിലും വലിയ റിപ്ലൈ ഒന്നും ശോഭയ്ക്കിനെയും കിട്ടാനില്ല. ആദ്യമേ അവിടുത്തെ തീർത്തിട്ട് വാ, എന്നിട്ട് നമുക്കിവിടെ നോക്കാന്നുള്ള സാധനം. സത്യമല്ലേ? ഇപ്പോഴും മാരാരുമായിട്ട് എന്തൊക്കെയോ ഈ അടുത്തങ്ങാണ്ട് കേസോ എന്തൊക്കെയോ കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ? എന്തിന്? ഒരു ഷോയ്ക്കകത്ത് വന്നു എന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം കഴിഞ്ഞിട്ട് 3 വർഷമായി ഇപ്പോഴും അതിനകത്തുള്ള വ്യക്തിയുടെ പുറകെ നടക്കുക, കേസ് കൊടുക്കാൻ. എന്ത് കാര്യത്തിന്? അയാൾ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. എന്തിനാണ് ശോഭ ചേച്ചി? എന്തിനാ? മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് വിടുക, പൊറുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ. നിങ്ങളുടെ ലൈഫ് എടുത്ത് അയാളൊന്നും ചെയ്തില്ലല്ലോ. എനിക്കറിയത്തില്ല, പേഴ്സണലി നമുക്കൊന്നും അറിയാൻ പാടില്ല. ഇനി എന്തെങ്കിലും അവരുടെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും നമുക്ക് അറിഞ്ഞില്ല, അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല. പക്ഷെ ലക്ഷ്മി ഇവിടെ തരാനുള്ള കൂട്ട് നല്ല കരുതി തന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാറിയുമല്ലോ പ്രേക്ഷകരെ. നമ്മുടെ ശോഭ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ലക്ഷ്മിയും ഞാനും കൂടെ അല്ല, ശോഭ ചേച്ചി എന്തൊക്കെയോ PR-ന്റെ കുറച്ച് കേസുകൾ നടപ്പുണ്ടായിരുന്നു, അത് കറക്റ്റ് വിട്ടുപോയി. എന്നിട്ട് ലക്ഷ്മി തന്നെ സർക്കസ്ലി പറയുന്നുണ്ടായിരുന്നു, സർക്കസ്റ്റിക്കായിട്ട് നമ്മുടെ ശോഭയുടെ കൂടെയാണ് ഞാൻ പോയത്, PR-ന് കാശ് കൊടുക്കാൻ ചെക്ക് എഴുതി അങ്ങോട്ട് ഒപ്പിട്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇവരുടെ ഇടയ്ക്കൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞത്. എന്താണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. കൊടുക്കാനുള്ള കൊട്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടാനുള്ള കൊട്ട് 2 കൈയും നീട്ടി മേടിച്ചങ്ങ് ശോഭ വെക്കുക. പിന്നെ ലക്ഷ്മിക്ക് PR ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ലക്ഷ്മിക്ക് PR ഉള്ളതായിട്ട് എനിക്ക് എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ചില ഫാൻസ് പേജുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം ഫാൻസ് പേജുകളൊക്കെ ഈ PR ടീം തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലടോ. അതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ തന്നെ, ചെറിയ ചെറിയ ഫാമിലിയോ ഫ്രണ്ട്സോ അവരൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി. ഒരു പേജ് അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ കട്ട് ചെയ്ത് അതിനകത്തിരുന്ന് അത് അത്ര വലിയൊരു PR വർക്കായിട്ടൊന്നും, പക്ഷെ അതും പ്രൊമോഷനാണ്, ഇല്ലാതൊന്നും പറയത്തില്ല. അതൊക്കെ ലക്ഷ്മിയെ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ ഒരുപാട് ലക്ഷ്മിയെ വെളുപ്പിക്കാനായിട്ട് PR ടീംസ് ഉണ്ടായിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ലക്ഷ്മി ചിലപ്പോൾ നിന്ന് പോയേനെ കേട്ടോ. കാരണം ഈ ആദില നൂറ കേസിൽ പോലും ലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. ഒരുപാട് ഞാൻ വിചാരിച്ചു എല്ലാവരും വെറുക്കുന്നു, പക്ഷെ അല്ല, ഒരു സൈഡിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണെങ്കിൽ പോലും ലക്ഷ്മി അതിനകത്ത് നിൽക്കുന്നത്, ആ ഒരു വിഷയത്തിന് ശേഷം ലക്ഷ്മിയുടെ മുന്നോട്ടുള്ള പോക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. സോ കുറച്ചുകൂടെ PR ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്ന് പോയാനേ തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ.
വീഡിയോ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റേ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയുക. കമൻറ്റ് ബോക്സിനോട് മറ്റേ ഹൈപ്പ് വീഡിയോ അതിലും ക്ലിക്ക് ചെയ്യുക. മാക്സിമം ഇന്ന് പറ്റുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യും. കുറച്ച് സോഷ്യൽ ട്രെൻഡായിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, നോക്കട്ടെ. ഒന്നിരുന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.